കോഴിക്കോട് മാലിന്യ ടാങ്കിൽ വീണ് 2 പേർ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം. ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുന്ന കാര്യവും പരിഗണനയിലാണ്. അതേസമയം പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, ഇത്തരമൊരു സംഭവം ഉണ്ടാകാൻ തന്നെ കാരണം സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെ ഈ മാലിന്യ ടാങ്കിൽ ഇറങ്ങിയതാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ ഹോട്ടൽ അടച്ചുപൂട്ടാനുള്ളൊരു ഉത്തരവ് കൂടി കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കൂട്ടാലിട സ്വദേശി റിനീഷ്, കിനാലൂർ സ്വദേശി അശോകൻ എന്നിവർ ഈ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം മുട്ടി മരിച്ചത്. 1 മാസക്കാലമായി ഈ ഹോട്ടൽ പൂട്ടിക്കിടന്നിരുന്ന ഈ ഹോട്ടൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിരുന്നു ഈ ശുചീകരണ പ്രവൃത്തി. എന്നാൽ അശാസ്ത്രീയമായ ടാങ്കിന്റെ നിർമ്മാണവും സുരക്ഷാ സൗകര്യങ്ങളൊന്നും പാലിക്കാത്തതും ഈ തൊഴിലാളികളുടെ പരിചയക്കുറവുമാണ് ഈ വലിയ ഒരു ദുരന്തം വിളിച്ചു വരുത്തിയത്. ഇതേ തുടർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ചേവയൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ഹോട്ടൽ ഉടമയ്ക്ക് സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉടമയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കും കേസെടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഹോട്ടൽ ഇപ്പോൾ അടച്ചുപൂട്ടാനും കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഉത്തരവിട്ടിരിക്കുകയാണ്. ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുന്ന കാര്യവും കോർപ്പറേഷന്റെ പരിഗണനയിലുണ്ട്. പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തുടർ പരിശോധന നടത്തി. ഹോട്ടൽ ഉടമയും കെട്ടിട ഉടമയും മൊഴിയും രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. ശരി ആനന്ദ്.